ഹൃദയം പൊട്ടുമെന്ന് തോന്നിയപ്പോൾ, കരയുന്ന ശബ്ദം പുറമേ കേൾക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ പുതപ്പിൻ്റെ തലയിലൊന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് കരഞ്ഞു. അപ്പോഴും ആ പുതപ്പിന് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഗന്ധമായിരുന്നു. തൻ്റെ 10 വർഷത്തെ പ്രണയമായിരുന്നു. വിടരും മുന്നേ പൊഴിഞ്ഞു വീണ പ്രണയം. രാവിലെ കണ്ണുകൾ തുറക്കുമ്പോൾ മണിക്കെന്തോ കണ്ണുകൾക്ക് മുകളിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ ഗൗതം പറഞ്ഞ ഓരോ വാക്കുകളും ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. എന്തോ ഹൃദയം നന്നായി നോവുന്നു. പെണ്ണിൻ്റെ കണ്ണുകൾ വീണ്ടും അനുസരണയില്ലാതെ പെയ്തു. എന്തോ എഴുന്നേൽക്കാൻ പോലും തോന്നിയില്ല. തൻ്റെ പ്രണയത്തിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന ആ പുതപ്പിനുള്ളിൽ തന്നെ അവൾ ചുരുണ്ടുകിടന്നു. അന്ന് മുഴുവനും ഗൗതമും മണിക്കുട്ടിയും ആ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. പലവട്ടം പാറുവും നന്ദനും കാണാൻ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും രണ്ടുപേരും തയ്യാറായില്ല. തമ്മിൽ കാണാതെ നെഞ്ചു നീറുമ്പോഴും എന്തുകൊണ്ടോ എല്ലാത്തിനും വലുതായി തങ്ങൾക്കിടയിൽ ഒരു മറ ഉള്ളതായി അവർക്ക് തോന്നിയിരുന്നു. ഡാ ഗൗതം! പതിവ് പോലെ നന്ദൻ്റെ വിളി കേട്ടുകൊണ്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അവളിൽ ചെറുവേദന ഉടലെടുത്തു. അവനെ ഒരു നോക്ക് കാണുവാൻ ഉള്ളൻ കൊതിച്ചപ്പോൾ കെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് ഓടാൻ നിന്നതും മുന്നിൽ നെഞ്ചിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഗൗതമിനെ കണ്ട് അവൾ അവിടെ തന്നെ നിന്നു. എന്തുകൊണ്ടോ ഗൗതമിനെ നോക്കാൻ കഴിഞ്ഞില്ല. ഗൗതം സൗമ്യതയോടെ അവളുടെ മുടിയിൽ തലോടി. നീ എങ്ങോട്ടായി പോകുന്നത്? ഏട്ടാ, ഞാൻ ഒന്ന് കണ്ടോട്ടെ. അവൻ്റെ വാക്കുകൾ കുറുകെയായി തന്നെ അവളുടെ സ്വരമുയർന്നു. തല ഉയർത്താൻ എന്തുകൊണ്ടോ അവൾക്കായില്ല. അവൻ്റെ കൈകളുടെ ചലനം അപ്പാടെ നിന്നു. മണി, ഏട്ടനറിയാം നിൻ്റെ വേദനയും വിഷമങ്ങളും എല്ലാം. പ്രസവിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പണ്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിൻ്റെ കുഞ്ഞനുജത്തിയ കരയിക്കരുത് എന്ന്. അതിന്ന് വരെ ഞാൻ അനുസരിച്ചില്ലേ മോളെ. പക്ഷേ ഈ കാര്യത്തിൽ നിൻ്റെ ഏട്ടൻ തോറ്റുപോകുന്നു. ആ സ്ത്രീ അത്രയും വെറുപ്പോടെ നിന്നെപ്പറ്റി പറയുന്നത് കേട്ടിട്ടല്ല ഏട്ടന് സങ്കടം. അപ്പച്ചി അത്രയും നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം തെറ്റിച്ചാൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കുമോ മോളെ? മറന്നേക്കവനെ. വേണ്ട എൻ്റെ കുട്ടിക്ക്. അവൻ്റെ സ്വരം ഇടറി. മണിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു ഏങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നെക്കൊണ്ട് കഴിയൂ ഏട്ടാ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ മരിച്ചു പോകും പോലെ തോന്നുന്നു. അവളുടെ വാക്കുകൾ അങ്ങിങ്ങായി മുറിഞ്ഞു. ഗൗതം ആദ്യമായി അവളുടെ മുൻപിൽ കരഞ്ഞുപോയി. നിൻ്റെ ഏട്ടനല്ലേ മോളെ പറയുന്നത്, ഈ അനാഥകൾ കാരണം ആർക്കും ഒരു ദോഷവും വരാൻ പാടില്ല. നമ്മൾക്ക് നമ്മൾ മതി. കൂടിയ ബന്ധങ്ങളെല്ലാം തകർച്ചയിലെത്തിക്കും. ഏട്ടൻ്റെ കുട്ടീനെയും കരയല്ലേ. അവനവളെ ആശ്വസിപ്പിക്കും മട്ടെ പറഞ്ഞു. അവൾ ആ സങ്കടത്തിനിടയിലും മെല്ലെ തല ഉയർത്തി കണ്ണുനീർ തുടച്ചു കളഞ്ഞു. ആ ചുണ്ടുകൾ അപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ അവളുടെ നെറുകയിലൊന്ന് തലോടി. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് വാതിൽപ്പടിയിൽ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ടതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. നന്ദൻ ദേഷ്യത്തോടെ രണ്ടുപേരെ നോക്കുകയായിരുന്നു. കഴിഞ്ഞോ? അവൻ ചോദിച്ചതും ഗൗതമിൻ്റെ തല താഴ്ന്നു പോയിരുന്നു. മണി അവനെ ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ ബെഡിൽ തല താഴ്ത്തിയിരുന്നു. കഴിഞ്ഞോടാ നിന്റെ പ്രസംഗം. മുന്നോട്ട് വന്ന നന്ദൻ ഗൗതമിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങേയറ്റം ദേഷ്യത്തോട് ചോദിച്ചതും ഗൗതം ഒന്നും മിണ്ടാതെ നന്ദനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിന്നു. അനാഥം വന്നിരിക്കുന്നു. വലിയ അഭിമാനിയാണ്, സമ്മതിച്ചു. അത് നിന്നെ ഇവളെയെല്ലാം സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ അടുത്ത് വേണോടാ? പറയടാ. നീ എല്ലാം പോയ ശേഷം അവിടെ ആരും പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ആരും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഞങ്ങൾക്ക് അന്യനാണോടാ? അത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ സ്നേഹവും. ആദ്യം പറഞ്ഞതെല്ലാം ഗൗതമിനെ നോക്കിയാണെങ്കിലും അവസാനം അത് മണിയിലായി പാറി വീണു. അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ ആകെ കോലം കെട്ടിരുന്നു. ആ പാറിപ്പറന്ന മുടിയിഴകളും കണ്ണുനീരിൻ്റെ വഴുപ്പു നിറഞ്ഞ കവിൾത്തടങ്ങളും അവനിൽ വല്ലാത്തൊരു വേദന നിറച്ചു. അവൾക്കവനെ അധിക സമയം നോക്കാൻ കഴിയുമായിരുന്നില്ല. തല താഴ്ന്നു വന്നു. ഗൗതമിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഡീ മണി, നീയെങ്കിലും പറ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ തീർക്കാൻ പറ്റുന്നതാണോ ഈ ബന്ധം? അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. മറക്കണം നന്ദേട്ടാ, എനിക്ക് പയ്യ നന്ദി കെട്ടവളാവൻ.
അവളുടെ ശബ്ദം മുറിഞ്ഞു. അവൻ്റെ തൊണ്ടക്കുഴിയിൽ ഒരു വേദന തങ്ങി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതുവരെ കുസൃതി ഒളിപ്പിച്ചവൾ പറയുന്നു, മറക്കണം. നിങ്ങൾക്കെല്ലാം എന്താ ഭ്രാന്താണോ? എന്താ രണ്ടും കൂടി ആലോചിച്ച് കൂട്ടുന്നത്? അഭിമാനാകാം, ദുരഭിമാനാകരുത്. ഡാ, എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അന്യരാണെന്ന്? പറയടാ. നന്ദൻ ഗൗതമിനെ ഒന്ന് കുലുക്കി വിളിച്ചു. ഗൗതമിൻ്റെ കണ്ണുകളിൽ അപ്പോഴും കരഞ്ഞുകൊണ്ട് വാതിലിൽ കൊട്ടി വിളിക്കുന്ന പാറുവായിരുന്നു. ഗൗതം ചുവന്ന കണ്ണുകളോടെ നന്ദനെ ഒന്ന് നോക്കി. ഓർത്തില്ലടാ, ഇവളെ പറയുന്നത് കേൾക്കാൻ എനിക്ക് കഴിയില്ല നന്ദ. ഇവളെൻ്റെ പെങ്ങളല്ലേ. പലർക്കും ഇടയിൽ ഒരു ഭാരമായി മാറാൻ ഈ ഞാനുള്ള കാലത്തോളം ഇവളെ വിടാൻ എനിക്ക് തോന്നിയില്ല. ഗൗതം മെല്ലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോഴും മുട്ടിനിടയിൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിക്കുകയായിരുന്നു മണി. വേണ്ട നന്ദ, നീ എനിക്ക് നല്ലൊരു സുഹൃത്താ. അതിൽ കൂടുതൽ ഒരു ബന്ധു ഇനി വേണ്ട. അതെല്ലാവർക്കും ഒരു ബാധ്യതയായി മാറും. നീ പോകാൻ നോക്ക്. ഗൗതം അവൻ്റെ ഭാഗത്ത് പോലും നോക്കാതെ പറഞ്ഞു. നന്ദൻ തരിച്ചു നിൽക്കുകയായിരുന്നു. ഇവിടേക്ക് വരും മുന്നേ അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എല്ലാം നേരെയാക്കാമെന്ന്. പക്ഷേ അമ്മായിയുടെ വാക്കുകൾ അവനിൽ ഇത്രമാത്രം വേരിറങ്ങിപ്പോയി എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഗൗതം! അവൻ അല്പം ദേഷ്യത്തോടെ വിളിച്ചു. ഗൗതമിന് അവനെ നോക്കാനുള്ള ശേഷിയില്ലായിരുന്നു. കാരണം ഇതുവരെ തോളോട് തോൾ ചേർന്ന് നടന്നവനാ. ശരി, എല്ലാവർക്കും വാശിയാ. നിന്റെ വാശി ഇതുവരെ ഒപ്പം നടന്ന സുഹൃത്തിനെ നീ മറന്നു. ഇവളോ ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊരു സുപ്രഭാതി എല്ലാം അങ്ങ് നിർത്താന്ന്. എത്ര വേഗം കഴിഞ്ഞു രണ്ടുപേരുടെയും. എന്നാൽ ഞാനെന്താ ചെയ്യേണ്ടത്? ഈ വാശിക്ക് മുന്നിൽ ഞാനെന്തോ ഒഴിവാക്കി തരേണ്ടത്? നിന്നെയാണോ ഗൗതം? അതോ ഇവളെയോ? ഇത്രയും കാലം സ്വന്തമായി മനസ്സിൽ കൊണ്ട് നടന്ന ഇവളെയാണോ? പറയടാ, നീയായിട്ട് തന്നെ വിത്ത് മുളപ്പിച്ച എൻ്റെ പ്രണയത്തെയാണോ? നന്ദൻ ദേഷ്യത്തേക്കാൾ ഉപരി സങ്കടത്തോട് ചോദിച്ചു. ഗൗതം മിണ്ടിയില്ല. മണിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആയിക്കോട്ടെ, എല്ലാം ഉപേക്ഷിക്കാം. അതിനു മുന്നേ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? വെറും ഒരു പ്രഹസനായിരുന്നോ ആങ്ങളെയും പെങ്ങളും കൂടി എൻ്റെ മുന്നിൽ കാണിച്ചത്? നിന്റെ സൗഹൃദം കള്ളായിരുന്നോ? നിന്റെ 10 വർഷത്തെ പ്രണയം കള്ളായിരുന്നോടി? അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. അവൾക്കൊന്നും മിണ്ടാൻ പോലും ആയില്ല. മിണ്ടില്ല, എല്ലാം എൻ്റെ തെറ്റാ. പിന്നെ ഇതുകൂടി കേട്ടോ, ഈ ഉണക്കി വെക്കുന്ന അഭിമാനം ഉണ്ടല്ലോ, അത് കാരണം സിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അപ്പച്ചി കിടപ്പുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ വരാം. നിങ്ങളെ കാണണമെന്ന് വാശി പിടിച്ചിട്ട് വന്നതാ. ആങ്ങളയ്ക്കും പെങ്ങൾക്കും അഭിമാനം സമ്മതിക്കുമോ എന്തോ? അങ്ങേയറ്റം പരിഹാസം നിറഞ്ഞ അവൻ്റെ വാക്കുകൾ കേട്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. നന്ദേട്ടാ, എന്താ അപ്പച്ചിക്ക്? എന്താ പറ്റിയേ? ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് മണി അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഗൗതമം പേടിയോടെ അവനെ നോക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് നന്ദൻ തന്നെ അവ തുടച്ചു കൊടുത്തു. എന്താ പറ്റിയടാ? അപ്പച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഗൗതമിൻ്റെ വാക്കുകളിൽ പേടി കലർന്നു. മണിയുടെ 11ാം വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അപഹരിക്കപ്പെട്ട തങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പകരം അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചത് നന്ദൻ്റെ അച്ഛനും അമ്മയായിരുന്നു. അതിൻ്റേതായ ഇഷ്ടം അവരോട് ഇവർക്കുണ്ട് താനും. ഒന്നുമില്ല, BP ഒന്ന് ലോ ആയി ബാത്റൂമിൽ വീണതാ, നെറ്റി പൊട്ടി. നന്ദൻ അവരെ ആശ്വസിപ്പിക്കും കണക്കെ പറഞ്ഞുവെങ്കിലും മണിയുടെ കരച്ചിൽ കൂടി വന്നു. അയ്യോ, എനിക്ക് കാണണം അപ്പച്ചിയെ, ഒന്ന് കൊണ്ടുപോകോ നന്ദേട്ടാ, എനിക്ക് ഒന്ന് കൊണ്ടുപോകും. അവളുടെ കരച്ചിൽ കേട്ട് എന്തുകൊണ്ടോ അവനെ എതിർക്കാൻ തോന്നിയില്ല. ഗൗതമിൻ്റെ സമ്മതത്തിന് പോലും കാത്തു നിൽക്കാതെ അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ കുട്ടികൾക്ക് ദേഷ്യമായി കാണൂല്ലേ? അപ്പച്ചി അങ്ങനെ കരുതുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ സ്വന്തം മക്കളല്ലേ നിങ്ങളും? ഇനിയും വാശിയൊന്നും കാണിക്കല്ലേ മക്കളെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ മണി വലം കൈയാൽ തുടച്ചു കൊടുത്തുകൊണ്ട് അവരുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. കണ്ണുകൾ മത്സരിച്ചൊഴുകി. കരയല്ലേ അപ്പച്ചി, എനിക്കറിയാം, അവൾ പറഞ്ഞൊപ്പിച്ചു. അവരുടെ നോട്ടം ഗൗതമിലേക്ക് നീണ്ടതും അവനൊരു ചിരിയോടെ അവരുടെ നേരെ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് നെറുകയിലൊന്ന് തലോടി. എൻ്റെ അമ്മ തന്നെയല്ലേ? അപ്പോഴത്തെ ദേഷ്യപ്പുറത്ത് പോയതേ എന്നുള്ളൂ, ഒരു വാശിയില്ല. അവൻ പറഞ്ഞതും അവരുടെ കണ്ണുകളും തിളങ്ങി. കുറേ സമയം അവർ അവിടെ തന്നെ ചിലവഴിച്ചു. ഇടയ്ക്ക് ഗൗതമിന് നേരെ പാഞ്ഞു വരുന്ന പാറുവിൻ്റെ കണ്ണുകൾ അവൻ കാണുന്നുണ്ടായിരുന്നുവെങ്കിലും അവനത് പാടെ അവഗണിച്ചു. മണിയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. ഒരു നോട്ടം കൊണ്ട് പോലും
ഇനിയും നന്ദനൊരു പ്രതീക്ഷ നൽകാൻ അവൾ തയ്യാറായില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരമ്മ അവരെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. മണി, പോകാം. അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുമ്പോഴാണ് ഗൗതം ഉള്ളിലേക്ക് വന്നത്. അവൻ്റെ ചോദ്യം കേട്ട് മണി ദയനീയമായി അവനെ ഒന്ന് നോക്കി. എന്താ മോനെ, കുഞ്ഞിവിടെ നിന്നോട്ടെ? അതല്ല അപ്പച്ചി, മുത്തശ്ശി തനിച്ചല്ലേ? അതിന് കൂടെ പാറു വരും. കുറച്ച് ഡ്രസ്സ് എടുക്കാനും ഉണ്ട്. പാറു, നീ ഗൗതമിൻ്റെ കൂടെ പോയിക്കോ. അച്ഛൻ്റെ സംസാരം എന്തുകൊണ്ടോ ഗൗതമിലൊരു വെപ്രാളം നിറച്ചു. അത് വേണ്ട, ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരെ? പാറുവിനെ തീരെ അവഗണിച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ട് പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതാരും കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റി. നിനക്ക് പാറുവിനെ കൊണ്ടുപോകുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? നന്ദൻ്റെ ശബ്ദമുയർന്നു. ഗൗതം അതിനൊരു മറുപടി പറഞ്ഞില്ല. പാറു ചുവന്ന കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന കണക്കെ അവനും. അവൻ്റെ പോക്ക് കണ്ട് അച്ഛൻ അവൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു. ഗൗതം. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ വേഗത്തിൽ നടക്കുന്ന ഗൗതം ആ വിളിയിൽ ഒന്ന് നിന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയതും പിന്നാലെ വന്ന അച്ഛൻ ഒരു ചിരിയോടെ അവനെ നോക്കി. അവൻ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. നമുക്കൊന്ന് നടന്നാലോ? അവനെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തോളിലൂടെ കൈയിട്ട അദ്ദേഹത്തിനെ അവൻ സംശയത്തോടെ നോക്കി. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാനും അനന്തനും നിന്നെയും നന്ദനെയും ഇങ്ങനെ നടക്കാൻ കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണം അവൻ കഷ്ടപ്പെട്ടൊന്ന് ചിരിച്ചു. അന്ന് എൻ്റെ കയ്യിൽ തൂങ്ങിയാണ് നീ നടക്കാറുള്ളൂ. നന്ദന പ്രിയം അനന്തനോടായിരുന്നു. അനന്തൻ അവന് പേരുവിട്ടത്. പൂർണ്ണമായും ഓർമ്മയില്ല എങ്കിലും മങ്ങിയ ചിത്രങ്ങൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. പണ്ട് പാറു ജനിച്ച ദിവസം നീ അമ്മയുടെ കയ്യും പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു. അതുവരെ കുഞ്ഞനുചിത്തിയെ ചേർത്ത് പിടിച്ചിരുന്ന നന്ദൻ പെട്ടെന്ന് വാശി പിടിച്ച് കുഞ്ഞിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പാറൂട്ടിയ എന്ന്. അന്ന് തമാശ രൂപത്തിൽ അനന്തം പറഞ്ഞു, പാറു വലുതാകുമ്പോൾ നമുക്ക് ഗൗതമിന് വേണ്ടി ആലോചിച്ചാലോ എന്ന്. എന്നാ ഏടത്തിയുടെ വയറ്റിൽ കിടക്കുന്നത് പെൺകുട്ടിയാണേ, ഞങ്ങൾക്കും വേണം എന്ന് നന്ദിനിയും. അന്ന് തമാശ രീതി പറഞ്ഞതായതുകൊണ്ടാകാം പിന്നെ അതിനെപ്പറ്റി ആരും സംസാരിച്ചുമില്ല. പക്ഷേ കാലം കടന്നു പോയപ്പോൾ മക്കളെല്ലാവരും വളർന്നു വലുതായി. മക്കളുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരച്ഛനാണ് ഞാനും. നിന്നെയും മണിയെയും പാർവിനെയും നന്ദനെയും എല്ലാം എനിക്ക് മനസ്സിലാകും. ആ എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഗൗതം നിനക്ക്? എല്ലാം അറിഞ്ഞുകൊണ്ട് മൗനമായി നിന്നിട്ടുണ്ട്. എങ്കിലും അതിനുള്ള അർത്ഥം ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. സ്വന്തം മകൻ തന്നെ ആടാ നീ ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് അഭിമാനാടാ. ഇനി ആരെയും നീ ഇതിൻ്റെ പേരിൽ വിഷമിപ്പിക്കരുത്. ഈ 2 ദിവസത്തെ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടു ഞാൻ. ഇനിയും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അച്ഛൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗതം അപ്പോഴും തരിച്ചിരിപ്പായിരുന്നു. അച്ഛൻ ചിരിയോടെ തിരിഞ്ഞു നടന്നതും അവൻ്റെ ചിന്തയിലേക്ക് പലതും കടന്നു വന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും കാറിൽ ചാരി നിൽക്കുന്ന പാറുവിനെ കണ്ട് അവനൊന്ന് ചിരിക്കാൻ പോലുമായില്ല.